പഞ്ചാബ് ശരിക്കും നാണം കെട്ടു. രാജസ്ഥാന് മുന്നിൽ അവസാന ഓവറിലാണ് പരാജയം ഏറ്റുവാങ്ങിയത്. രാജസ്ഥാൻ ജയിച്ചപ്പോൾ ആരാധകർക്ക് ആവേശമായി. കാരണം കഴിഞ്ഞ മാച്ചിലും രാജസ്ഥാൻ ജയിച്ച മത്സരമാണ് അവസാനം വിട്ടുകൊടുത്തത്. ഇപ്രാവശ്യവും അതുപോലെ ആകുമോ എന്ന ഭയം ആരാധകർക്കുണ്ടായിരുന്നു. എന്നാൽ ഷിമ്രോൺ ഹെറ്റ്മർ രാജസ്ഥാന് വിജയം സമ്മാനിച്ചു. സഞ്ജു ഇന്ന് മികച്ച ക്യാപ്റ്റൻസിയാണ് കാഴ്ചവെച്ചത്. ഇപ്പോഴിതാ രാജസ്ഥാൻ പഞ്ചാബ് മാച്ച് കണ്ട് പാക് ഇതിഹാസങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അവർ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നത്തെ രാജസ്ഥാൻ പഞ്ചാബ് മാച്ച് കണ്ട് പാകിസ്ഥാൻ ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: രാജസ്ഥാൻ ടോപ്പ് ക്ലാസ് ടീമാണ്. അതിന് ഒരു കാരണമേ ഉള്ളൂ, അത് സഞ്ജുവാണ് രാജസ്ഥാൻ്റെ ക്യാപ്റ്റൻ. അവൻ്റെ കഴിവ് സമ്മതിച്ചേ പറ്റൂ. അവൻ്റെ ഓരോ തന്ത്രങ്ങളും ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. കാരണം അവൻ്റെ ഓരോ നിരീക്ഷണവും വളരെ വ്യത്യസ്തമാണ്. മറ്റു ക്യാപ്റ്റന്മാരെ പോലെയല്ല അവൻ ചിന്തിക്കുന്നത്. അവൻ്റെ വീക്ഷണം മറ്റൊരു രീതിയിലാണ്. ഇതുപോലത്തെ ഒരു താരത്തെ എന്തുകൊണ്ട് ഇന്ത്യൻ ടീമിൽ എടുക്കുന്നില്ല? ഞങ്ങളാണെങ്കിൽ സഞ്ജുവിനെ പാകിസ്ഥാൻ ടീമിൻ്റെ ക്യാപ്റ്റനാക്കിയേനെ. അത്രയ്ക്കും ടാലൻ്റ് ഉള്ള പ്ലെയറാണ് സഞ്ജു. ഇന്ന് രാജസ്ഥാൻ ജയിച്ചെങ്കിൽ അതിന് ഒരു കാരണമേ ഉള്ളൂ, അത് ഹെറ്റ്മറാണ്. അവൻ്റെ ചങ്കൂറ്റം ഞങ്ങൾ സമ്മതിച്ചു. കളി ജയിച്ച രാജസ്ഥാൻ ടീമിന് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നുവെന്ന് ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ വ്യക്തമാക്കി. ഇപ്രാവശ്യം രാജസ്ഥാൻ രണ്ടും കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത്. എന്ത് വില കൊടുത്തും കപ്പ് നേടിയേ മടങ്ങൂ. സഞ്ജു മികച്ച രീതിയിലാണ് രാജസ്ഥാനെ മുന്നോട്ട് നയിക്കുന്നത്. പഞ്ചാബ് ഇന്ന് ജയിക്കുമെന്ന് തോന്നിച്ചു. എന്നാൽ ഷിമ്രോൺ ഹെറ്റ്മർ രാജസ്ഥാൻ ടീമിന് വിജയം സമ്മാനിച്ചു. ഇപ്പോൾ രാജസ്ഥാൻ പോയിന്റ് ടേബിളിൽ 1-ാം സ്ഥാനത്താണ്. ഉറപ്പായിട്ട് രാജസ്ഥാൻ ഇനി പ്ലേ ഓഫിലെത്തും. അതുകൊണ്ട് യാതൊന്നും ഇനി പേടിക്കാനില്ല. ടേബിൾ ടോപ്പറായിട്ട് 1-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്താൽ രാജസ്ഥാന് ഈസി ആയിട്ട് ഫൈനലിലെത്താം. അപ്പോൾ ഇന്നത്തെ മാച്ചിൽ രാജസ്ഥാൻ കളി ജയിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക.